ഹലോ ഗൈസ്, ഡിഡ് യു നോട്ടീസ് ദാറ്റ് റെഡ് ചട്നി ബിസൈഡ് ദ ദോശ? അതായത് ദോശയുടെ അടുത്തിരിക്കുന്ന ആ റെഡ് ചട്നി നിങ്ങൾ കണ്ടോ? അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള, തക്കാളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകിന് പകരം നമ്മൾ ആദ്യം ഇടുന്നത് ഉഴുന്ന് പരിപ്പാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം ഇടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നമുക്ക് വഴണ്ട് കിട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചങ്ങോട്ട് വെക്കുക, അവിടെ കിടക്കട്ടെ. എന്നിട്ട് നല്ല രീതിയിൽ കുക്കായി വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കുക്കാവണ്ട, നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനൊന്ന് കുക്കായി വരുമ്പോൾ മിക്സിയിലിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചുകൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ചട്നി ഇവിടെ റെഡി. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള റെഡ് ചട്നിയുടെ കൂടെ നല്ല ചൂട് ക്രിസ്പി ദോശ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഏത് പാനിൻ്റെ പ്രശ്നമാണോ, അതോ ഇനി എൻ്റെ പ്രശ്നമാണോ, അതോ ഇനി ബാറ്ററിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല. ഇതിനെന്താ വരാൻ എത്ര പാട്? ഒന്ന് ചരിച്ച് പിടിച്ച് നോക്കാം, ചിലപ്പോൾ വരുമായിരിക്കും. വന്നല്ലോ, മുടുക്കനായി. അപ്പം നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ ഒരു ഏലക്കായ ഇട്ട കട്ടനും കൂടി ഇരിക്കട്ടെ, അപ്പോഴാണല്ലോ ഒരു ഫുൾ കംപ്ലീഷൻ കിട്ടുക. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ദോശയും നമ്മുടെ നല്ല സ്പെഷ്യൽ റെഡ് ചട്നിയും, പിന്നെ കൂട്ടത്തിലൊരു കട്ടനും. എനിക്കും എൻ്റെ ഫ്രണ്ടിനും കട്ടൻ വിട്ട ഒരു കളിയില്ല ഗൈസ്. എല്ലാത്തിൻ്റെയും കൂടെയും ഞങ്ങൾക്ക് കട്ടൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.